ഞാൻ പല കോളേജിലും ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ പിള്ളേരോട് ചോദിക്കും, ആരൊക്കെ സ്പോട്ടിഫൈ യൂസ് ചെയ്യുന്നുണ്ട്, ഞാൻ ആ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുത്തവർ ആരൊക്കെ മന്ത്ലി പേ ചെയ്യുന്നുണ്ടെന്ന് ചോദിക്കും. അപ്പോൾ ആരും കൈവക്കില്ല. അപ്പോൾ ഞാൻ പറയും, നിങ്ങളെങ്ങനെ പ്രീമിയം യൂസ് ചെയ്യുന്നത്? അത് ക്രാക്കഡ് ഇൻസ്റ്റാൾ ചെയ്തതാ സാറിന് അഭിമാനത്തോടെ പറയാം. ദേ ഡിഡ് സംതിങ്. കാരണം അതിന്റെ അകത്ത് എന്തുണ്ടാവും, മാൽവെയർ ഉണ്ടാവും. അപ്പോൾ വൺസ് അവർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഈ സ്പോട്ടിഫൈ തന്നെ അവരോട് ചോദിക്കും, ഗാലറി ഓപ്പൺ ചെയ്തോട്ടെ, കോണ്ടാക്ട്സ് ഓപ്പൻ ചെയ്തോട്ടെ. നമ്മുടെ എല്ലാ ഡാറ്റയും ഈ ക്രാക്ക് ചെയ്ത വ്യക്തിക്ക് കിട്ടി. ബട്ട് ഇതൊക്കെ സിമ്പിൾ ആയിട്ട് കാണുകയാണ്. പൈസ കൊടുക്കാൻ മടിയാണ് ആൾക്കാർ. ഒരു ചിന്ത ഉണ്ടല്ലോ, എന്റെ അക്കൗണ്ടിൽ ഇപ്പൊ ഒന്നും ഇല്ലല്ലോ. ലൈക്ക് സ്റ്റുഡൻസിന്റെ അക്കൗണ്ടിൽ എത്ര ഉണ്ടാവാ, എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. അപ്പൊ 2 ക്രാക്ക് ഇൻസ്റ്റാൾ ചെയ്താലൊന്നും സംഭവിക്കും. ഞാനിങ്ങനെ കോളേജസ് സെഷൻസ് ഒക്കെ എടുക്കാൻ പോകുമ്പോൾ അവർ ചോദിക്കുമ്പോൾ, ഫോൺ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജസ്റ്റ് പാസ്വേഡ് ഇടാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏത് കോളേജിൽ പോലും 5-6 പേര് ഇങ്ങനെ കൈവെക്കാറുണ്ട്. അപ്പോൾ അവരോട് എന്തുകൊണ്ട് പാസ്വേഡ് ഇടുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ ഒറ്റ റെസ്പോൺസ് ഉള്ളൂ, എൻ്റെ കയ്യിൽ എൻ്റെ ഫോണിൽ സീക്രട്ട് ആയിട്ടൊന്നുമില്ല. അവരെപ്പോഴും സീക്രട്ട് ആയിട്ട് കാണുന്ന അവരുടെ പേഴ്സണൽ ഫോട്ടോസോ ചാറ്റുകളോ മാത്രമാണ്. ബാക്കി നമ്മുടെ ഫോണിൽ ലിങ്ക് ചെയ്തേക്കുന്ന അക്കൗണ്ട്സ്, ബാങ്ക് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ ഡേറ്റയോ അങ്ങനത്തെ കോൺടാക്റ്റോ മെയിലിൻ്റെ ഡീറ്റെയിൽസോ ഇതിനൊന്നും അവരെന്ത് ചെയ്യുന്നില്ല, ഒരു പ്രയോറിറ്റിയും കൊടുക്കുന്നില്ല. സീരിയസ്നെസ് കാണുന്നില്ല എന്ന് തന്നെ പറയാം. കാരണം മേ ബി അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടാവില്ല, ബട്ട് അവരുടെ ഫോൺ കോംപ്രമൈസ് ആയിട്ടുണ്ടാവും. ആ കോംപ്രമൈസ് ആയ ഫോണ് ചിലപ്പോൾ അവരുടെ പാരൻസ് യൂസ് ചെയ്യുന്നുണ്ടാവും. ഈ ഒരു സമയത്ത് ആരാ വിക്ടിം ആകുന്നത്? പാരൻസ്.